ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നതാണ്. വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ്, അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്നതാണ് IUCN എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം. It is a network of environmental organizations founded as the International Union for the Protection of Nature in October 1948 in France. ലോകത്ത് എമ്പാടും നടക്കുന്ന വന്യജീവികളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലേക്കായി 1948 ഫോണ്ടിയാൻ ബ്ലൂ ഫ്രാൻസിൽ വെച്ചിട്ടാണ് 1948 IUCN എന്ന അന്തർദേശീയ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. എ സീരീസ് ഓഫ് റീജിയണൽ റെഡ് ലിസ്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കൺട്രീസ് ഓർ ഓർഗനൈസേഷൻസ് വിച്ച് അസസ് ദ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ടു സ്പീഷീസ് വിത്തിൻ എ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് യൂണിറ്റ്. ലോകത്തെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ റെഡ് ലിസ്റ്റിൽ, ചുവന്ന പുസ്തകത്തിൽ ഉൾപ്പെടേണ്ടുന്ന ജീവികളെക്കുറിച്ചുള്ള രേഖകൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തി പബ്ലിഷ് ചെയ്യുക എന്നത് IUCNന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമാണ്. റെഡ് ബുക്ക് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. IUCN റെഡ് ലിസ്റ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ പ്രിസൈസ് ക്രൈറ്റീരിയ ടു ഇവാലുവേറ്റ് ദ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് thousands ഓഫ് സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ്. IUCNന്റെ റെഡ് ലിസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ലോകത്തിലെ ആയിരക്കണക്കിന് സ്പീഷീസുകളെയും ജന്തുവിഭാഗങ്ങളെയും സബ് സ്പീഷീസുകളെയും ഉപവിഭാഗങ്ങളുടെയും എക്സ്റ്റിങ്ഷൻ, അവയുടെ വംശനാശ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവയ്ക്ക് പ്രത്യേക ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന് പ്രത്യേകം തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. These criteria are relevant to all species and all regions of the world. ഒരു ജീവി ഏത് തലത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയി പോവുക, അല്ലെങ്കിൽ റെയർ ആവുക തുടങ്ങിയത് ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏത് തലത്തിലാണ് എന്ന് നിർണ്ണയിക്കുന്നത് IUCN ആണ്. IUCNന്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ലോകത്തിൽ ഒരു ജീവി എക്സ്റ്റിങ്ക്റ്റ് ആണോ, എൻഡേഞ്ചേർഡ് ആണോ, റെയർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. The IUCN Red List provides taxonomic data, conservation status, and distribution information on species that are facing high risk of global extinction. ഇങ്ങനെ IUCN പബ്ലിഷ് ചെയ്യുന്ന റെഡ് ലിസ്റ്റിൽ ഒരു ജീവിയുടെ ടാക്സോണമിക് ഡേറ്റ, അതായത് ഒരു ജീവിയെക്കുറിച്ചുള്ള അതിൻ്റെ പേര്, അതിൻ്റെ ടാക്സോണമിക് പൊസിഷൻ തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതുകൂടാതെ കൺസർവേഷൻ സ്റ്റാറ്റസ്, അത് ലോകത്ത് എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, ഇപ്പോൾ അതിൻ്റെ എത്രത്തോളം എണ്ണമുണ്ട്, ഇപ്പോൾ അതിൻ്റെ നില എന്താണ് തുടങ്ങിയവ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫർമേഷൻ, ലോകത്ത് ഒരു പ്രത്യേക ജീവിവർഗം ഏതൊക്കെ രാജ്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലായിട്ട് കാണപ്പെടുന്നു തുടങ്ങിയ ഇൻഫർമേഷൻ. അതുകൂടാതെ ഫേസിങ് എ ഹൈ റിസ്ക് ഓഫ് ഗ്ലോബൽ എക്സ്റ്റിങ്ഷൻ, ഇനി ഇത്തരം ജീവജാലങ്ങൾ ഗ്ലോബലായിട്ട് ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകാൻ പോകാൻ സാധ്യതയുള്ളതാണോ തുടങ്ങിയുള്ള എല്ലാ ഇൻഫർമേഷനും റെഡ് ഡേറ്റ ബുക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി IUCNന്റെ ഒബ്ജക്റ്റീവ്സ്, IUCNന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ടു പ്രൊവൈഡ് സയന്റിഫിക് ഡേറ്റ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ് അറ്റ് എ ഗ്ലോബൽ ലെവൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തതാണ് ടു പ്രൊവൈഡ് സയന്റിഫിക് ഡേറ്റ ഓൺ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ് അറ്റ് എ ഗ്ലോബൽ ലെവൽ. ലോകത്തെമ്പാടും ഒരു ജീവിയെക്കുറിച്ചുള്ള
സ്പീഷീസ് ലെവലിൽ, എൻ്റെ പേര് മുതലുള്ള സബ് സ്പീഷീസ് ലെവലിൽ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. രണ്ടാമത്തത്, ടു അഡ്രസ് ദ ഫാക്ടേഴ്സ് ഓഫ് കൺസേൺ ആൻഡ് സ്പ്രെഡ് അവയർനെസ് റിഗാർഡിംഗ് ദ സ്പീഷീസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എക്സ്റ്റൻഷൻ. ലോകത്തെമ്പായിടത്തും ജീവജാലങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ സംരക്ഷണം എന്തിനു സംരക്ഷിക്കണം എന്നുള്ള ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവയർനെസ്സുകൾ സംഘടിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തത്, ടു പ്ലാൻ എ ലേ ഔട്ട് ഫോർ ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇനി വിവിധ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ പ്രദേശത്തും സംരക്ഷിക്കപ്പെടേണ്ട ജീവജാലങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുക എന്നുള്ളതും IUCNന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. The Species Survival Commission's more than 9,000 experts work independently and with the IUCN Global Species Program to build knowledge on the status of species and threats to them and to provide advice, develop policies and guidelines and facilitate conservation planning. IUCNന്റെ കീഴിൽ വരുന്ന സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ SSC എന്ന സംഘടനയിൽ 9,000-ഓളം വിവിധ എക്സ്പേർട്ടുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, എവിടെയാണോ ഒരു ജീവജാലങ്ങളുടെ സംരക്ഷണം ആവശ്യം വേണ്ടി വരുന്നത് അവിടെ ആ രാജ്യത്ത് അവർക്ക് വേണ്ടതുള്ള അതിൻ്റെ പോളിസി, സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, എങ്ങനെ സംരക്ഷിക്കണം, അതിപ്പോൾ നാഷണൽ പാർക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂ ആണോ എക്സിറ്റു കൺസർവേഷനാണോ തുടങ്ങിയ പോളിസികൾ, അഡ്വൈസ്, ഇനി അതുപോലെ പോളിസികൾ ഉണ്ടാക്കുന്നതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നതിനൊക്കെ IUCNന്റെ SSC എന്ന കമ്മീഷനാണ് അല്ലെങ്കിൽ ഉപ ഘടകമാണ് പ്രവർത്തിക്കുന്നത്. ത്രൂ ദിസ് വർക്ക് SSC catalyzes conservation action and enable IUCN to influence policy and assist scientists in biodiversity conservation. ഇങ്ങനെ SSCയിലൂടെ വിവിധ രാജ്യങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപീകരിക്കുന്നതിലും അതുവഴി ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുക എന്നുള്ളതാണ് IUCNന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലെ ശ്രദ്ധേയമായ ഒരു സംഘടനയാണ് WWF. The World Wide Fund for Nature is an international non-governmental organization founded in 1961 that works the field of wilderness preservation and the reduction of human impact on the environment. വന്യജീവികളുടെ സംരക്ഷണവും അതിൻ്റെ എണ്ണത്തിൽ കുറയുന്നതിലുള്ള ഹ്യൂമൻ ഇമ്പാക്റ്റ് വഴി, അതായത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം വന്യജീവികളുടെ സംരക്ഷണം എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പാക്കുക. അതായത് വന്യജീവികളുടെ സംരക്ഷണം കുറയുന്നത് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ വന്യജീവികളെ സംരക്ഷിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷിക്കുന്നതിനായിട്ട് നോൺ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെയുള്ള NGO ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് WWF. It was formerly named the World Wildlife Fund, which remains its official name in Canada and United States. പ്രധാനമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലുമാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന പേരിൽ WWF അറിയപ്പെടുന്നത്. ഇനി അതാത് രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ് WWF അറിയപ്പെടുക. ഇന്ത്യയിൽ WWF ഇന്ത്യ എന്നാണ് WWF അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ സയൻസ് ബേസ്ഡ് ഓർഗനൈസേഷൻ വിച്ച് അഡ്രസ് ഇഷ്യൂസ് സച്ച് ആസ് ദ conservation of species and its habitats, climate change, water and environmental education among many others. ഇന്ത്യയിലെ WWFന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ കൺസർവേഷൻ, അതായത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ അല്ലെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുക, അവയുടെ ഹാബിറ്റാറ്റ്, അതായത് അതിൻ്റെ ഹാബിറ്റാറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സർവേ നടത്തുക, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട വന്യജീവികളുടെ ശോഷണം അല്ലെങ്കിൽ എണ്ണത്തിൽ കുറയുക അല്ലെങ്കിൽ വന്യജീവികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, അതുപോലെ ജലവും പരിസ്ഥിതിപരമായിട്ടുള്ള
വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുക തുടങ്ങിയവയാണ് WWF ഇന്ത്യ എന്ന സ്ഥാപനം ഇന്ത്യയിൽ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയിംസ്. ഒന്നാമത്തത് പ്രൊമോട്ട്സ് ഇൻട്രസ്റ്റ് ഇൻ വൈൽഡ് ലൈഫ്. WWFിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നാണ് ജനങ്ങൾക്കിടയിൽ വന്യജീവികളെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള താല്പര്യം ജനിപ്പിക്കുക. രണ്ടാമത്തത് ഇമ്പാർട്ട്സ് നോളജ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്. വന്യജീവികൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നൽകിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുക. മൂന്നാമത്തത് കോഓപ്പറേറ്റ്സ് വിത്ത് ഗവൺമെൻറ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്. അതത് പ്രദേശത്തെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ട് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അസിസ്റ്റ് ഇൻ എൻഫോഴ്സിംഗ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്സ്. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതിന് ഉള്ള സഹായങ്ങൾ ചെയ്യുക. പ്രൊമോട്ട്സ് വൈൽഡ് ലൈഫ് ടൂറിസം. അതുപോലെ തന്നെ വന്യജീവികളെക്കുറിച്ചുള്ള അവയർനെസ് അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുന്നതിനേക്കായി അതിന് താല്പര്യമുള്ളവർക്ക് വന്യജീവി ടൂറിസം, വന്യജീവികളെ തിരിച്ചറിയുന്നതിനുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അഡ്വൈസ് ആൻഡ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ആൻഡ് വൈൽഡ് ലൈഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഫോർമേഷൻ. അതുപോലെ വൈൽഡ് ലൈഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ്സുകളുമൊക്കെ നൽകുന്നതിൽ വൈൽഡ് ലൈഫ് WWF ഇന്ത്യ പ്രധാന മേൽനോട്ടം വഹിക്കുന്നു. മെയിൻ്റനൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ്. അതുപോലെ ദേശീയ ഉദ്യാനങ്ങളും സാങ്ച്വറീസും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കുന്നതിലും അതിൻ്റെ നടത്തിപ്പിലും അത്തരം മേഖലകളിൽ വരുന്ന ജീവജാലങ്ങളുടെ സർവേ പോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ WWF ഇന്ത്യ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഉള്ള വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നത്. ദ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ഫൗണ്ടഡ് ഇൻ 15th September 1983, is one of the largest non-governmental organizations in India engaged in conservation and biodiversity research. ഇന്ത്യയിൽ ജൈവവൈവിധ്യ സംരക്ഷണവും പ്രത്യേകിച്ച് വന്യജീവി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നുള്ളത്. 15 September 1883 ഇത് ഉണ്ടാക്കപ്പെടുന്നത്. It supports many research efforts through grants and publishes the Journal of the Bombay Natural History Society. ഇന്ത്യയിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് വന്യജീവികളെ സംബന്ധിച്ച് പഠിക്കുന്നതിനുള്ള പഠന സഹായങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് ഗ്രാൻറ്റുകൾ നൽകുക. അങ്ങനെ വിവിധ പഠനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന ജേണലിലൂടെ ദേശവ്യാപകമായിട്ട് അറിവ് വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ജേണലിലൂടെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമാണ്. ഇനി മറ്റൊരു ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എന്നുള്ളത്. ചുരുക്കപ്പേര് NBWL എന്നുള്ളതാണ്. ഇറ്റ്സ് ദ അപ്പെക്സ് ബോഡി ഓഫ് കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് ആൻഡ് ദ NBWL's റോൾ ഈസ് ഓഫ് critical importance to ensure the long-term protection of India's biodiversity. ഇന്ത്യയിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ അപ്പെക്സ് ബോഡി, ഏറ്റവും ഉയർന്ന ബോഡിയാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് ഇന്ത്യ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എന്നുള്ളത്. ഇന്ത്യയിലെ ജൈവ വൈവിധ്യം ദീർഘകാലയളവിൽ അതിൻ്റെ സുസ്ഥിരമായി സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സുസ്ഥിര സംരക്ഷണമാണ് NBWLന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. The National Board of Wildlife is a statutory board constituted under the Wildlife Protection Act 1972. ഇന്ത്യയിൽ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് NBWL എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. WPA provides for the protection of country's wild animals, birds and plant species in order to ensure environmental and ecological security. ഇക്കോളജിക്കലും എൻവയോൺമെൻറ്റ് പരിസ്ഥിതിപരമായിട്ടും
ഒക്കെ, അതായത് ഇക്കോളജിക്കലായിട്ടും ആവാസ വ്യവസ്ഥാപരമായിട്ടും ഇന്ത്യയിലുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും ആവാസപരമായിട്ടും പരിസ്ഥിതിപരമായിട്ടും നാശമുണ്ടാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇവയുടെ നാശം സംഭവിക്കാത്ത രീതിയിൽ ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം. രണ്ടാമത്തത് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലിസ്റ്റഡ് സ്പീഷീസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഓൾസോ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ദ കൺട്രി. അതുപോലെ റെഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ റയറായിട്ടോ ത്രെട്ടൻഡായിട്ടോ എൻഡേഞ്ചേർഡ് ആയിട്ടോ കാണപ്പെടുന്ന ജീവികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് പ്രധാനമായിട്ടും NBWLന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, പാരിസ്ഥിതിക പ്രാധാന്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യം വേണ്ട പ്രദേശങ്ങളുടെ സംരക്ഷണവും NBWLന്റെ കീഴിലാണ്. ഇനി മൂന്നാമത്തെ നോക്കുക. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് സച്ച് ആസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് എക്സെട്ര. അതുപോലെ ദേശീയ ഉദ്യാനങ്ങളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ നിർമ്മിക്കുന്നതിലും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതും NBWL ആണ്. ഒരു പ്രദേശം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയവയൊക്കെ NBWLന്റെ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ജോലികളിൽ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ അല്ലെങ്കിൽ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ സംവിധാനമാണ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് എന്നുള്ളത്. ഇറ്റ് എൻഫോഴ്സസ് ലെജിസ്ലേഷൻ എഫക്റ്റീവ്ലി അഗൈൻസ്റ്റ് പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ കില്ലിംഗ് ഓഫ് ഗെയിം ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. ഓരോ സംസ്ഥാനത്തെ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത്തരം സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെ കീഴിലാണ്. ലെജിസ്ലേഷൻ അതായത് ഇത്തരം വന്യജീവികളുടെ വേട്ടയാടലുകളോ അല്ലെങ്കിൽ ഗെയിം ബേർഡ്സിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ, നടപ്പാക്കുന്നതിൽ പൂർണ്ണ ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ SBWL എന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം. സെലിബ്രേറ്റ് വൈൽഡ് ലൈഫ് വീക്ക് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ എവറി ഇയർ. സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ആദ്യ വാരം വൈൽഡ് ലൈഫ് വീക്കായിട്ട് ആചരിച്ചുകൊണ്ട് അവയർനെസ് പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇന്ത്യയിലുടനീളം നടപ്പിൽ വരുത്തുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെ മേൽനോട്ടത്തിലാണ്. ഇനി അടുത്തത് ജൈവവൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ, നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ NWAP എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അതായത് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ദീർഘകാല രീതിയിൽ ഏതൊക്കെ തലങ്ങളിൽ അത് സംരക്ഷിക്കപ്പെടണം, അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഏജൻസികളുടെ പ്രവർത്തന രീതികൾ തുടങ്ങിയവ എല്ലാം ഉൾപ്പെടുന്നതാണ് നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ റിലീസ്ഡ് ഫ്രം 1983 to 2001 ആൻഡ് ദ സെക്കൻഡ് വാസ് 2002 to 2016. ജൈവവൈവിധ്യ സംരക്ഷണത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യത്തെ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 1983 മുതൽ 2001 വരെയായിരുന്നു. അതിനുശേഷം 2002 മുതൽ 2016 വരെയായിരുന്നു രണ്ടാമത്തെ NWAP എന്നുള്ളത്. മൂന്നാമത്തത് 2017 മുതൽ ഇനി വരുന്ന 2031 വരെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദീർഘകാലയളവിൽ ഇന്ത്യയിലെ വന്യജീവികളും അല്ലെങ്കിൽ ജൈവ വൈവിധ്യവും സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. The Union Ministry of Environment, Forest and Climate Change MOEPCC announced the third National Wildlife Plan in 2017. ഈ നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന
സ്ഥാപനമാണ്. അതിൻ്റെ കീഴിലാണ് ആക്ഷൻ പ്ലാനുകൾ നടപ്പിൽ വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നതും നടപ്പിൽ വരുത്തുന്നതും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സിറ്റീസ് എന്നോ സൈറ്റ്സ് എന്നോ പറയാം. വാട്ട് ഈസ് സിറ്റീസ് എന്ന് ചോദിക്കാം. ഇവിടെ 4 മാർക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിറ്റീസ് എന്ന് പറയുന്നത്. ദ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ is an international agreement between governments that aims to ensure that international trade in species of wild animals and plants should not threaten their survival. അതായത് ലോകവ്യാപകമായിട്ട് നടക്കപ്പെടുന്ന വന്യജീവികളുടെ, അത് സസ്യങ്ങളായാലും ജന്തുക്കളായാലും, അവയുടെ ട്രേഡ്, കച്ചവടം നിയന്ത്രിക്കുന്നതിനും അതിനെ മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു എഗ്രിമെന്റിനെയാണ് സിറ്റീസ് എന്ന് പറയുന്നത്. വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പ്രധാനമായിട്ടും ആനിമൽസിൻ്റെ സ്പെസിമെൻസ് ആകാം, അല്ലെങ്കിൽ ആനിമൽ തന്നെയാകാം, പ്ലാന്റിൻ്റെ ഒരു ഭാഗമാകാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു പ്ലാന്റ് തന്നെയാകാം. ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോകത്ത് കാണപ്പെടുന്ന വന്യജീവികളുടെ വംശത്തിന് നാശം വരാത്ത രീതിയിൽ അതിൻ്റെ കച്ചവടം അല്ലെങ്കിൽ കടത്തൽ അല്ലെങ്കിൽ കൈമാറ്റ പ്രക്രിയ ക്രമീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഗവൺമെന്റുകൾ, ലോകത്തുള്ള പല രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിലുള്ള എഗ്രിമെന്റിനെയാണ് സിറ്റീസ് എന്ന് പറയുന്നത്. സിറ്റീസ് വാസ് conceptuated in 1963 at the meeting of IUCN, International Union for Conservation of Nature. IUCN-ന്റെ മീറ്റിംഗിൽ 1963 സിറ്റീസ് അല്ലെങ്കിൽ സിറ്റീസ് എന്ന് പറയുന്ന എഗ്രിമെന്റ് നിലവിൽ വരുന്നത്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് 1975. 1963 മീറ്റിംഗ് നടന്നു. ഈ എഗ്രിമെന്റ് 1975 നടപ്പിലാക്കി. ആൻഡ് കൺസിസ്റ്റ് ഓഫ് 183 member countries till date that abide cities regulations by implementing legislation within their own borders to enforce those regulations. 1963 നടന്ന മീറ്റിംഗിൽ സിറ്റീസ് അല്ലെങ്കിൽ വന്യജീവികളുടെ ട്രേഡുമായിട്ട്, വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 1975 വിവിധ 183 രാജ്യങ്ങളിൽ സിറ്റീസ് എന്ന് പറയുന്ന എഗ്രിമെന്റ് നിലവിൽ വന്നു. ഈ സിറ്റീസ് എന്ന് പറയുന്ന എഗ്രിമെന്റ് നിലവിൽ വരുമ്പോൾ ഓരോരോ രാജ്യവും അതത് രാജ്യത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിൽ നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് പാർലമെന്റ് ആകാം അല്ലെങ്കിൽ മറ്റേ പ്രസിഡൻഷ്യലാകാം, ഏത് തരത്തിലാണോ അതിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുകയും അതിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത് 1975. Located in Geneva, Switzerland, the city is administered by United Nations. ജനീവയിലും സ്വിറ്റ്സർലാൻഡിലുമായിട്ടാണ് സിറ്റീസ് നിലനിൽക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലാണ് സിറ്റീസ് എന്ന എഗ്രിമെന്റ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കീഴിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത്. ഇനി സിറ്റീസ് ഇന്ത്യയിലെ സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഈസ് എ സിറ്റീസ് പാർട്ടി സിൻസ് 1976. സിറ്റീസ് എന്ന എഗ്രിമെന്റിൽ 1976 മുതൽ ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമാണ്. ഡ്യൂ ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഡൈവേഴ്സിറ്റി, ഇന്ത്യ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൾ ഓവർ ദ വേൾഡ് ഫോർ ഹാർബറിംഗ് അപ് ടു 7 to 8% ഓഫ് ഓൾ സ്പീഷീസ് റെക്കോർഡ് ബൈ സിറ്റീസ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ സമ്പന്നമായ ഒരു പ്രദേശമാണ് ഇന്ത്യ. ലോകത്തിൽ ട്രേഡുമായിട്ട്, അതായത് വന്യജീവികളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് 7 മുതൽ 8% ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ജീവികളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവികളുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ജീവികളെ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഔട്ട് ഓഫ് 34 ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ദ വേൾഡ്, ഇന്ത്യ ഹാസ് 4 of them: വെസ്റ്റേൺ ഘാട്സ്, സുന്ദർലാൻഡ്, ഹിമാലയ ആൻഡ് ഇൻഡോ ബർമൻ റീജിയൻ. ലോകത്തിൽ ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള 34 പ്രദേശങ്ങൾ ഉള്ളപ്പോൾ 34 പ്രദേശങ്ങളിലെ 4 പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത് ഇന്ത്യയിലാണ്. പ്രധാനമായിട്ടും പശ്ചിമഘട്ടം, സുന്ദർബൻ, ഹിമാലയ, ഇൻഡോ ബർമൻ റീജിയൻ എന്നിവയാണ്
ഇന്ത്യയിൽ തന്നെ ഹോട്ട്സ്പോട്ടുകൾ, അതായത് ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ സിറ്റീസ് എന്ന എഗ്രിമെന്റിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. ആസ് ആൻ ആക്റ്റീവ് സിറ്റീസ് പാർട്ടി, ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ദ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് വൈൽഡ് സ്പീഷീസ്. സിറ്റീസ് എന്ന എഗ്രിമെന്റിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൺട്രി എന്ന നിലയിൽ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ്, അതായത് ലോകത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ കടത്ത് അല്ലെങ്കിൽ കച്ചവടം പൂർണ്ണമായിട്ടും ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഹാസ് പ്ലേസ്ഡ് സെവറൽ മെഷേഴ്സ് ടു കൺട്രോൾ ദ ത്രെഡ്സ് ഫ്രം ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. അതുപോലെ ഇന്ത്യയിലേക്ക് പല രീതിയിൽ കടന്നു വന്നിട്ടുള്ള ഇൻവേസീവ് സ്പീഷീസ് അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസുകളുടെ കടന്നുവരലിനെയൊക്കെ നിയമപരമായിട്ടും അല്ലാതെയും അല്ലെങ്കിൽ മോണിറ്ററിങ്ങിലൂടെ കൃത്യമായിട്ട് ഇത്തരം ജീവികളുടെ ട്രേഡിലൂടെയൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പരിധി വരെ ഇത്തരം ഇൻവേസീവ് സ്പീഷീസിൻ്റെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഡൺ ബൈ റെഗുലേറ്റിംഗ് ദ ട്രേഡ് ബൈ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഇമ്പോർട്ട് പെർമിറ്റ്സ്. ഇങ്ങനെ ഇന്ത്യയിലല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ജീവിയുടെ കടന്നുവരലും ഇവിടുന്ന് മറ്റൊരു രാജ്യത്തില്ലാത്ത ഒരു ജീവിയുടെ കൊണ്ടുപോക്കലും പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ടും വെരിഫൈ ചെയ്ത് അത്തരം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് സിറ്റീസ് ഇന്ത്യ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഇതിൻ്റെ 4 മാർക്ക് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാം. ഈ ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റീസ് എന്ന എഗ്രിമെൻ്റ് എന്താണ്, ഈ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സിറ്റീസിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് 4 മാർക്ക് ചോദ്യം ചോദിക്കാം. ഇനി 4 മാർക്ക് ചോദ്യം ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് IUCN ചോദിക്കാം. 2 മാർക്ക് ചോദ്യം റെഡ് ലിസ്റ്റ് എന്നുള്ള ചോദ്യത്തിന് 2 മാർക്ക് ചോദിക്കാം. അതുപോലെ WWF 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. ഇനി ഇങ്ങനെ 2 മാർക്ക് 1 മാർക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു പാഠത്തിലുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ്. ഇതിൽ നിന്നും IUCN സിറ്റീസോ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഭാഗങ്ങളാണ്. IUCN 4 മാർക്കും 2 മാർക്കുമായിട്ട് ചോദിക്കാം. അതുപോലെ സിറ്റീസും 4 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.